ഇലക്ഷൻ. നമ്മുടെ സ്വന്തം കോഴിക്കോട് എവിടെ നിന്ന് തുടങ്ങും? നന്മയുള്ള കുറച്ച് ഓട്ടോക്കാരിൽ നിന്ന് തുടങ്ങിയാലോ? അല്ലെങ്കിൽ വേണ്ട, അത് ക്ലീശയാണ്. കോഴിക്കോടൻ ഹൽവയാക്കിയാലോ? എന്റെ പൊന്നോ, അത് വേണ്ട. പിന്നെ ഗവർണറെ കോപ്പി അടിച്ചു എന്ന് പറയും, അത് വിട്ടുപിടിക്കാം. ഇനിയിപ്പോ ബാക്കിയുള്ളത് കോഴിക്കോടൻ ബിരിയാണിയാണ്. എന്നാ പിന്നെ നേരെ റഹ്മത്തിലേക്ക് പിടിക്കാന്ന് വെച്ചപ്പോ നോമ്പ് കാരണം കട ക്ലോസ്ഡ്. മാനാഞ്ചിറ, ബീച്ച്, വലിയങ്ങാടി, ഇത് മൂന്നും ബാക്കിയുണ്ട്. പക്ഷേ ഇതിലേതിന്ന് തുടങ്ങും? എന്തായാലും വലിയങ്ങാടിയിലൊന്ന് പോയി നോക്കാം. എന്താ പരിപാടി? കുറെ നേരം ഇവിടെ തിരിഞ്ഞളിക്കുന്നത്. ചേട്ടാ, നമ്മളെ ഈ കോഴിക്കോട് മണ്ഡലത്തെ കുറിച്ച് ഒരു ഇലക്ഷൻ പരിപാടി ചെയ്യാൻ വന്നാ. പക്ഷേ ഈ കോഴിക്കോട് വന്നപ്പോ എവിടെ നിന്ന് തുടങ്ങണം എന്നൊരു കൺഫ്യൂഷൻ. ഇവിടെ തുടങ്ങാലോ, തൊഴിലാളികൾ കേന്ദ്രമല്ലേ കോഴിക്കോട് വലിയങ്ങാടി. അപ്പൊ നിങ്ങൾ തൊഴിലാളികളിൽ നിന്ന് തുടങ്ങാം. അല്ല, കോഴിക്കോട്ടത്തെ ഒരു ട്രെൻഡ് എന്താ? അതാണ് എനിക്ക് അറിയേണ്ടത്. കോഴിക്കോട്ട് കരിം കട്ടുണ്ട്. കരിം കാ? അതെ, അത് തീരുമാനമാണ്. ഒരു കുഴപ്പമില്ല, അത് തീരുമാനമാണ്. കരിം കാണ് ഗ്യാരണ്ടി. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വോട്ട് ചോദിച്ചു വരാന്നല്ലാതെ ഈ 15 വർഷമായിട്ടും ഈ രാഘവൻ ഒരു MP ഈ വലിയങ്ങാടിൽ വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് നമ്മളോടല്ല, ഇവിടെയുള്ള UDFന്റെ പ്രവർത്തനം ചോദിക്കാം. നിലവിലിപ്പോ സർക്കാരിന്റെ ഒരു തുടർഭരണം വന്നു. തുടർഭരണത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ വന്നു. ആദ്യത്തെ ഒരു ടേമിന്റെ അത്ര നന്നായില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പക്ഷെ നിങ്ങൾ തൊഴിലാളികൾക്ക് എന്താ പറയാനുള്ളത്? കേരള സർക്കാർ പരമാവധി ജനങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കേന്ദ്ര സർക്കാർ നാട്ടിൽ വർഗീയത വളർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന സമീപമാണ് സ്വീകരിക്കുന്നത്. വെളമരം കരീമിൽ നിങ്ങൾക്കുള്ള ഒരു പ്രതീക്ഷ? കരിമിന്റെ പേര് കേട്ടവന്ന് വിരാഗം ഞെട്ടിക്കുന്നത്. തൊഴിലാളികൾക്ക് പ്രധാനമായിട്ട് ഉന്നയിക്കാനുള്ള ഒരു പ്രശ്നങ്ങൾ എന്തായിരിക്കും? ഒരു MP ഇവിടെ വരുമ്പോൾ ആ MP യോട് നേരിട്ട് നിന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒരു പരിഹാരം വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ? ഇവിടെ തൊഴിലാളികൾ ഇപ്പോൾ നമുക്കറിയാം, പാർലമെന്റിലെ തൊഴിലാളികൾക്കെതിരെ ബില്ല് കൊണ്ടുവന്നു. ഈ കോഴിക്കോട് MP രാഘവന് ആ ബില്ലിനെതിരെ ഒരു ശബ്ദം പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. ഒരു പത്രത്തിൽ നമ്മൾ കണ്ട, ഒരു ചാനൽ നമ്മൾ കണ്ടില്ല. രാജ്യസഭയിൽ MP ആയിട്ടുള്ള കരിംഖാണ് ഈ തൊഴിലാളികൾക്കെതിരെ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതും പ്രതിഷേധിച്ചതും. രാഘവൻ അധ്യായം ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കഴിയും. വലിയങ്ങാടിയിലെ തൊഴിലാളികളായ കരിംക ടീംസ് അല്ലേ? കരിംക ടീംസിന് പറയാനുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് അടുത്ത ടീമിനെ നോക്കാം. വലിയങ്ങാടിയിലെ തൊഴിലാളികളുടെ രാഷ്ട്രീയത്തിന് എന്താ കടുപ്പം? കടുപ്പമെന്ന് പറഞ്ഞപ്പോഴാ കോഴിക്കോട് വരെ വന്നതല്ലേ, കടുപ്പത്തിൽ ഒരു കട്ടനാവാമെന്ന് തോന്നി. നേരെ വെച്ച് പിടിച്ചു പാളയത്തെ കുട്ടേട്ടന്റെ അടുത്തേക്ക്. 40 വർഷത്തോളമായി 1 രൂപയ്ക്ക് കട്ടൻ ചായ വിൽക്കുന്ന ഒരു മനുഷ്യൻ. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണത്. കോഴിക്കോട്ടെ കുട്ടേട്ടന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. കുട്ടേട്ടാ, ഈ 40 വർഷത്തോളം 1 രൂപയ്ക്ക് ഇങ്ങനെ ചായ കൊടുക്കുക, ഏറ്റവും ചെറിയ വിലയ്ക്ക് കടികൾ വിൽക്കുക എന്നൊക്കെ പറയുന്നത് എങ്ങനെ സാധിക്കുന്നത്? ഈ വേണമെങ്കിൽ ചക്ക വേദിലും കഴിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിന്റെ കാരണം. അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളെ ഏറ്റെടുത്ത ദൗത്യത്തെ എന്താക്കുന്നത് നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. അത് സമൂഹത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ്. 40 വർഷം എന്ന് പറയുമ്പോൾ സർക്കാരുകൾ മാറി മാറി വന്നു. മാർക്കറ്റിൽ പല സാധനങ്ങളുടെയും വില കൂടി. പക്ഷേ കുട്ടേട്ടൻ കൊടുക്കുന്ന ചായയുടെയും കടികളുടെയും വിലയ്ക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല അല്ലേ? പാചകവാതക വില പോലും സർക്കാർ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കുറയ്ക്കുന്നത്. അതെങ്ങനെ നോക്കിക്കാണുന്നു? ഇലക്ഷൻ വരുന്ന സമയത്ത് ഈ കാശ് കുറച്ച് കൊടുക്കുന്നു, അന്നേരം എല്ലാത്തിനും വില വർധനവൊക്കെ നിന്ന് മാറ്റം വരുത്തുന്നതാണ്. ഒന്നും ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൻ്റെ മാത്രം കുത്തകയിൽ പെടുന്നതല്ല. ഈ രാജ്യത്ത് ജനങ്ങളുടെ സമ്പത്ത് എടുത്തിട്ടാണ് ഗവൺമെൻറ് തരുന്നത്, അല്ലാണ്ട് അവരെ കാശ് എടുത്ത് ചെയ്യുന്നതല്ല. ഇത്തവണ കുട്ടേട്ടൻ ആർക്കായിരിക്കും വോട്ട് ചെയ്യുക? ഞാൻ ആർക്കും വോട്ട് ചെയ്യൂല ഇപ്രാവശ്യം. പ്രധാന കാരണം അതിന് പിന്നിലുണ്ട്. അത് അവർ വന്ന് ചോദിക്കുമ്പോൾ അവരടുത്ത് മറുപടി പറഞ്ഞിട്ട് അത് എൻ്റെ ഭാഗം ശരിയാണെന്നും അത് പാടില്ല എന്ന് തെറ്റായിപ്പോയി സംഭവിച്ചതെന്നും അവർ പറയുമ്പോൾ മാത്രമേ അതിന് അടുത്ത തരത്തിലേക്ക് ഞാൻ ചിന്തിക്കുള്ളൂ. സ്നേഹം നിറച്ചൊരു കട്ടൻ കുട്ടേട്ടൻ ഇങ്ങനെ നീട്ടിത്തരും. 2024 1 രൂപ വിലയുള്ള കട്ടൻ, അതാണ് നമ്മുടെ കുട്ടേട്ടൻ. പക്ഷെ കുട്ടേട്ടൻ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല. കുട്ടേട്ടനെ പോലുള്ള മനുഷ്യർ വോട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം അന്വേഷിക്കേണ്ടത് ഭരണകർത്താക്കളും ജനപ്രതിനിധികളുമാണ്. അത് അന്വേഷിക്കണം, അത് പരിഹരിക്കണം അല്ലേ? വലിയ സോഷ്യലിസ്റ്റ് ആയിട്ടും ഇത്തവണ വോട്ട് ചെയ്യില്ലെന്ന് കുട്ടേട്ടൻ പറഞ്ഞപ്പോഴാണ് പതിറ്റാണ്ടുകളായി വോട്ട് ചെയ്തിട്ടില്ലാത്ത മറ്റൊരാളെ ഓർമ്മ വന്നത്. അങ്ങനെ പൊറ്റമ്മലയിലുള്ള ആ ഒറ്റമുറിയിലേക്ക് പുറപ്പെട്ടു. ഓർക്കുന്നില്ലേ ഈ മീശക്കാരനെ?
വാസോട്ടൻ്റെ ഒരു സമരം കേരളത്തിൽ വലിയ ശ്രദ്ധ നേടിയതാണ്. അതും ഈ ഒരു പ്രായത്തിൽ അത്തരത്തിലുള്ളൊരു സമരം നടത്തുന്നതൊക്കെ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയതുമാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഒരു വോട്ട് ചെയ്യേണ്ടതിൻ്റെ ഒരു ജനാധിപത്യത്തിൽ ഒരാവശ്യകതയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വോട്ട് ചെയ്യാത്തൊരു വാസുവേട്ടനെ കാണുകയാണ്. ജീവിതാനുഭവം വെച്ചുകൊണ്ടാണ് ഞാൻ കാര്യങ്ങൾ കാണുന്നത്. ആ അടിസ്ഥാനത്തിൽ അന്നേക്ക് എനിക്ക് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ അധസ്ഥിത വർഗത്തിന്, പട്ടിണിക്കാർക്ക് കാര്യമായ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിയ പ്രതീക്ഷയായിരുന്നു. അതും ഏറെക്കുറെ ഒരു പിന്നെ മറ്റ് പുരുഷ പാർട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമല്ല എന്ന് മനസ്സിലായി. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പോകുന്നൊരു ജനങ്ങളോടൊക്കെ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരിക്കും പറയാനുണ്ടാവുക? വോട്ട് ചെയ്യണ്ട എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ ഞാൻ കുറേ വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയാം, ഇതുകൊണ്ട് ഇന്ത്യൻ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ഇത് മാരകമായിട്ടുള്ള ചില നിയമങ്ങളാലും മനഃശാസ്ത്ര പ്രയോഗങ്ങളാലും ആണ് ഇന്ത്യൻ കൊടിയ ദുരിതം നിലനിൽക്കുന്നത്. ഈ നയങ്ങളോടൊക്കെയുള്ള വാസുവേട്ടൻ്റെ സമരം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. മരണം വരെ തുടർന്നു. മരിക്കാൻ അധികമില്ലല്ലോ, 95 ഇപ്പോഴായല്ലോ. എന്തായാലും പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് 100 വരെ കിടക്കുന്നൊക്കെയാണ്. അതെന്തായാലും 100 വരെ ഒന്നും കടന്നിട്ടില്ലെങ്കിലും ഞാൻ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകം കണ്ടതിന് ശേഷമേ മരിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. വോട്ട് ചെയ്യുകയേയില്ലെന്ന് ഗ്രോവാസ് പറയുമ്പോൾ ആലോചിച്ച് മാത്രം വോട്ട് ചെയ്യണമെന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. കോഴിക്കോടിന്റെ പെൺകരുത്തായ VP സുഹറ. സ്ത്രീകൾക്ക് പരിഗണന നൽകുന്ന വിഷയത്തിൽ ഏതു പാർട്ടികളാണെങ്കിലും വിമർശിക്കപ്പെടേണ്ടതെന്നുള്ള ഒരു കാര്യം സുഹൃത്ത് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്കറിയാം, ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വരെ വലിയ രീതിയിൽ ബാധിക്കുന്ന പൗരത്വ ഭേദഗതി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇലക്ഷൻ്റെ തൊട്ട് മുൻപ് നടപ്പിലാക്കിയ ഒരു ഇതിനെതിരെ കേരളത്തിൽ UDF-ഉം LDF-ഉം ഒക്കെ ഒരേപോലെ സമരം ചെയ്യുന്നു നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ടതിൻ്റെ ഒക്കെ ഒരു ആവശ്യകത മുന്നിൽ നിൽക്കുമ്പോൾ സുഹൃത്തെ കുറച്ച് കൺഫ്യൂഷനായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടോ? പുരുഷന്മാർക്ക് വോട്ടവകാശം ലഭിച്ചിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടുന്നത്. അതിന് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ തന്നെ, ജീവത്യാഗം പോലെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പറയാം, നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. അപ്പോൾ ആ വിയോജിപ്പുകളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഈ കഠിനമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മറ്റുള്ളവരോടൊപ്പം തന്നെ ഞങ്ങളും പോയിട്ടുണ്ട്, സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. കാരണം മറ്റ് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ പലപ്പോഴും കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നവർക്കൊന്നും തന്നെ രേഖകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകളെയും കൂടുതൽ ഇത് ബാധിക്കും എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൽ തന്നെ വനിതാ ലീഗിലൊക്കെ തന്നെ ധാരാളം കഴിവുള്ള സ്ത്രീകളുണ്ട്. സംസാരിക്കാനും പ്രവർത്തിക്കാനും രാഷ്ട്രീയം കൃത്യമായി അറിയുന്ന ധാരാളം സ്ത്രീകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരെ ഒന്നും രാഷ്ട്രീയ രംഗത്തേക്ക്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്ക്, അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാത്ത? ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാലും കൂടുതൽ സാക്ഷരരാണെന്ന് അവകാശപ്പെടുമ്പോഴും പുരോഗമനപരമായ പാർട്ടികളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോൾ പോലും കേരളത്തിന് ഇന്ന് വരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിയായി KK ശൈലജയൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് വടകരയിൽ. അതെ, നമുക്കെല്ലാം വലിയ പ്രതീക്ഷയായിരുന്നു. അവർ ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അവരൊരു മന്ത്രി ആയാലും ഒരു MLA ആയാലും രാഷ്ട്രീയ പാർട്ടികളുടെ പുരുഷാധിപതികൾ എന്ന് പറയാൻ പാടും, രാഷ്ട്രീയ പുരുഷാധിപതികൾ എന്ന് പറയേണ്ടി വരും. അവരുടെ അധീനതയിലാക്കുക എന്നുള്ളതാണ്. അവർക്ക് പക്ഷെ അത് ആ വിധേയത്വം അവർ കാണിക്കുന്നുണ്ട്. അതാണ് ഒരു വസ്തുത. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ വളരെ ആലോചിച്ച് ഓരോ വോട്ടും വിലപ്പെട്ട വോട്ടാണ്, ആ വോട്ട് ചെയ്യാതിരിക്കരുത്, അത് ചെയ്യണം. അത് നമ്മുടെ അവകാശമാണ്, ഒരുപാട് ത്യാഗങ്ങൾ കൊണ്ട് നേടിയെടുത്ത അവകാശമാണ്. ആ അവകാശത്തെ നമ്മൾ വിനിയോഗിക്കുക തന്നെ ചെയ്യണം. രാഷ്ട്രീയമല്ലേ? അപ്പോൾ പിന്നെ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ടെന്നായി തലമുതിർന്ന രണ്ടുപേർ, പേരാമ്പ്രയിലെ NV പോക്കറും മുഹമ്മദ് മാസ്റ്ററും. കോഴിക്കോട്ടത്തെ ട്രെൻഡ് എങ്ങനെയാ? UDF നിർത്തുന്ന സ്ഥാനാർത്ഥികളോട് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് രാഘവേട്ടൻ. ഏത് നട്ടപ്പാത സമയത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ഒരാളാണ് രാഘവേട്ടൻ. എല്ലാവർക്കും ബാബരി മസ്ജിദിൻ്റെ പ്രതിഷ്ഠ വന്നപ്പോൾ എന്താന്ന് നെഹ്റു പറഞ്ഞ് അതെടുത്ത് സരയൂ നദിയിൽ എറിഞ്ഞളതാണ്. അതൊക്കെ ആ മതേതര പ്രധാനമന്ത്രിമാർ അവിടെയാണ് ഇയാളെപ്പോലത്തെ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്,
പൂജാരിയായിട്ട് പ്രവർത്തിക്കുന്നത്. BJP എന്നുള്ളൊരു വിഭാഗത്തിന് അടുപ്പിക്കലാണ് ഞങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർ. അതാണ് കാരണം ഇതാണ് നല്ല ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ളവരാണ് കോഴിക്കോട്. അവർക്ക് പ്രത്യേകമായ ഒരു പ്രസംഗം ഇതൊന്നും ആവശ്യമില്ല. നേരിൽ കണ്ട് എല്ലാം നോക്കിക്കണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് കോഴിക്കോട്. പിന്നെ ഉള്ളിൽ കൂടെ ഇവിടെ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പിണറായി വിജയൻ. കാരണം കഴിഞ്ഞ കാലത്തെ കേസ് ഇപ്പോൾ മെനഞ്ഞാന്ന് നിർബന്ധിച്ച് കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. 4 കൊല്ലം മുമ്പെടുത്ത കേസുണ്ടല്ലോ, 887 കേസോ. അന്ന് പറഞ്ഞുകൂടെ കേസില്ലാന്ന് പറഞ്ഞ് ഇപ്പം മെനഞ്ഞാന്ന് എല്ലാവരെയും വിളിച്ചാൽ പെട്ടെന്ന് പിൻവലിക്കണം പറഞ്ഞാൽ മെനഞ്ഞാന്ന് നോക്കിയല്ലേ ഞാൻ ഇല്ല, അതായത് വളരെ ഗുരുതരമല്ലാത്ത കേസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പിൻവലിക്കുന്നത്. ചൂടോടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് കോഴിക്കോടും. നല്ല ചൂടുള്ള ചോദ്യങ്ങൾ നേതാക്കളോടും സ്ഥാനാർത്ഥികളോടും ചോദിക്കണം. ആ ചോദ്യങ്ങൾക്ക് നല്ല ഫയറായ ഉത്തരങ്ങളും കിട്ടണം. വെൽക്കം ടു റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. വെൽക്കം ടു റാപ്പിഡ് ഫയർ സെഗ്മെന്റ്. ക്യുക്കായ ചോദ്യങ്ങൾ, ക്യുക്കായ ഉത്തരങ്ങൾ. റെഡിയല്ലേ? ഓക്കെ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടപെട്ടതിൽ ഏറ്റവും സംഭവബഹുലമായി തോന്നിയ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? ഏറ്റവും സംഭവബഹുലമായി തോന്നിയത് 2014 ഞാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നതാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 3 മാസമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകി. ഞങ്ങളെല്ലാവരും നേരത്തെ പ്രചരണം ആരംഭിച്ചു. പ്രവർത്തകന്മാരുടെ പങ്കാളിത്തം, സാമ്പത്തികം, നമ്മുടെ കാലാവസ്ഥ എല്ലാം ബുദ്ധിമുട്ടിലായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് സംഭവബഹുലമായി തോന്നിയിട്ടുള്ള തെരഞ്ഞെടുപ്പ്. എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം BJP വിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല. തന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ നല്ലത് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടല്ലല്ലോ, നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടല്ലോ, ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്ന ആശയത്തെക്കാൾ നല്ലൊരു ആശയം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. സമരം ചെയ്യാൻ ഇറങ്ങിയിട്ട് പോലീസിനെ കണ്ട് പേടിച്ച ഒരു സന്ദർഭം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പോലീസിനെ കണ്ട് പേടിച്ചിട്ടൊന്നുമില്ല. പോലീസ് അടിയൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. പ്രസംഗം നേരത്തെ പഠിച്ചു വെച്ചിട്ടാണോ പരിപാടിക്ക് പോകുന്നത്, അതോ പരിപാടിയിൽ ചെല്ലുമ്പോൾ? ഇല്ല, നേരത്തെ പ്രിപ്പയർ ചെയ്ത് പ്രസംഗിക്കുന്ന ഒരു ഏർപ്പാട് എനിക്കില്ല. സ്പോണ്ടേനിയസ് ആയി തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ പറയാണ്. ഏതെങ്കിലും പരിപാടിക്ക് പോയിട്ട് മൈക്ക് കേട് വരുമ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഏതെങ്കിലും നേതാവിന്റെ കൂറുമാറ്റം വേദനിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ BJP-ക്കകത്ത് അങ്ങനെ കാര്യമായിട്ട് ആരും കൂറ് മാറിയിട്ടില്ല. പൊതുപ്രവർത്തനത്തിലും കുടുംബജീവിതത്തിനും ഇടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എൻ്റെ ശ്രീമതി രാഷ്ട്രീയ പ്രവർത്തകയാണ്, പാർട്ടി പ്രവർത്തകയാണ്. അവർക്ക് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഏറ്റവും അഡ്ജസ്റ്റബിൾ ഫാമിലിയാണ്. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് കാശിറക്കേണ്ടി വന്നിട്ടുണ്ടോ? ധാരാളം. കാരണം പാർട്ടി പ്രവർത്തനം സ്വന്തം കയ്യിലെ കാശ് ഉപയോഗിച്ച് തന്നെയാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം മതിയാക്കാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊരു പാഷനാണ്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ കേരളത്തിന് ലഭിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? കേരളം അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് ആവശ്യമാണ്. ഈ സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ ചെയ്യുന്നത്, ദോഷമാണോ ചെയ്യുന്നത്? ഗുണവും ദോഷവുമുണ്ട്. ചില സന്ദർഭത്തിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രയാസം തോന്നിയിട്ടുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അനിവാര്യവുമാണ്. മമ്മൂട്ടിയോ മോഹൻലാലോ? മോഹൻലാൽ. ഏറ്റവും അവസാനം കണ്ട സിനിമ? പ്രേമലു. ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസമാണ് ഞാൻ പ്രേമലു കണ്ടത്. അതുകൊണ്ട് നന്നായിട്ട് ആസ്വദിച്ചു. രമേശ് ചെന്നിത്തലയായിരുന്നോ VD സതീശനായിരുന്നോ ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ്? എനിക്ക് തോന്നുന്നു VD സതീശനേക്കാൾ പൊതുവിഷയങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ രമേശ് ചെന്നിത്തല നല്ലത്. പക്ഷേ പാർലമെന്ററി പെർഫോമൻസിന്റെ കാര്യത്തിൽ VD സതീശനാണ്. ഇയാൾ BJP-യിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയ കേരളത്തിലെ മറ്റൊരു പാർട്ടിയിലെ നേതാവ് ആരാണ്? എല്ലാ പാർട്ടിയിലെയും ആളുകൾ BJP-യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഇന്ന് ഒരാളെന്നില്ല. കാരണം നല്ല ധാരാളം ആളുകൾ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അവരെല്ലാവരും BJP-യിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കേരളത്തിൽ BJP-ക്ക് ഭരണം കിട്ടിയാൽ ആര് മുഖ്യമന്ത്രിയാകും? അത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. മറ്റു പാർട്ടികളിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നൊക്കെ BJP-യിലേക്ക് വരുന്നവർക്ക് അമിത പരിഗണന കിട്ടുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ മറ്റു പാർട്ടിയിൽ പ്രവർത്തിച്ച് BJP-യിലേക്ക് വരുമ്പോൾ അവരാരും ഇതിൽ സന്യസിക്കാൻ വരുന്നവരല്ല. അവർക്ക് ആഗ്രഹങ്ങളുണ്ടാകും. അതനുസരിച്ചുള്ള അർഹമായിട്ടുള്ള അംഗീകാരം അവർക്ക് കൊടുക്കണം. അത് അനിവാര്യമാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അമിത്ഷായാണോ മോദിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? നരേന്ദ്രമോദി. സ്വാഭാവികം. കാരണം അമിത്ഷായ്ക്ക് പോലും മോഡിയാണ് ഇഷ്ടം. പിന്നെ എൻ്റെ കാര്യത്തിൽ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ ഇതാണ് MT രമേശിന് പറയാനുള്ളത്. റാപ്പിഡ് ഫയറിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുമായി വീണ്ടും കാണാം. റാപ്പിഡ് ഫയറിൽ കോഴിക്കോട് UDF സ്ഥാനാർത്ഥി MK രാഘവനാണ് നമുക്കൊപ്പം ചേരുന്നത്. വെൽക്കം സാർ. വെൽക്കം ടു റാപ്പിഡ് ഫയർ. കേരളത്തിലെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ഒറ്റ വാക്കിൽ മറുപടി പറയാൻ പറഞ്ഞാൽ? കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ എല്ലാവരും കഴിവുള്ളവരായിരുന്നു, പ്രഗത്ഭമന്ത്രികളായിരുന്നു. അവർ ഓരോരാൾക്കും ഓരോ വീക്ഷണഗതി ഉണ്ടായിരുന്നു. ഓരോരാളും വ്യത്യസ്തരാണ്, എല്ലാവരും ഒരുപോലെയല്ല. സമരങ്ങളുടെ ഭാഗമായി ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ജയിലിൽ കിടന്നില്ല.
പക്ഷേ ഞാൻ ചില കാര്യങ്ങളിൽ ഞാൻ പോലീസിനെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. നമ്മൾ പരിപാടികൾക്ക് പോകുമ്പോൾ പ്രസംഗം നേരത്തെ കൂട്ടി പഠിച്ചു വെക്കാറുണ്ടോ അതോ അവിടെ എത്തി വിഷയത്തിനനുസരിച്ച്? ഞാൻ ചിലപ്പോൾ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഏതെങ്കിലും പരിപാടിയിൽ പോയി മൈക്ക് ചതിച്ചത് മൂലം ദേഷ്യം വന്നിട്ടുണ്ടോ? എനിക്കങ്ങനെ അനുഭവം ഇല്ല. പക്ഷെ അനുഭവം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും മൈക്കിനോട് ഒരിക്കലും പടങ്ങാറില്ല. ഏതെങ്കിലും നേതാവിന്റെ കൂറുമാറ്റം വേദനിപ്പിച്ചിട്ടുണ്ടോ? ചിലപ്പോഴുണ്ട്. പൊതുപ്രവർത്തനത്തിൽ വന്നതിന്റെ പേരിൽ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? മിസ്സായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ, സംഭവങ്ങൾ? ഈ പൊതുജീവിതം വ്യക്തിജീവിതം രണ്ടും രണ്ടാണ്. പൊതുജീവിതത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് വ്യക്തിജീവിതം ഒരിക്കലും ആസ്വദിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഖാർഗെ, കോൺഗ്രസിനെ നയിക്കാൻ ഇതിൽ ആരാണ് ഏറ്റവും മികച്ചത്? 3 പേരും യോഗ്യന്മാരാണ്. ഏറ്റവും അവസാനം കണ്ട ഒരു സിനിമ? ഞാൻ അടുത്ത കാലത്തൊരു സിനിമ കണ്ടില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന VCR ഇട്ട് കാണാറുണ്ട്. LDFിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവിനെ ചോദിച്ചാൽ ആരെ പറയും? വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കാറുണ്ട്. എല്ലാവരുമായി നല്ല ബന്ധമാണ്. കെ കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി. കൂടുതൽ ഇഷ്ടം ആരോടാണ്? 3 പേരുടെ ഇഷ്ടമാണ്. കോൺഗ്രസിൽ ഗ്രൂപ്പുകളില്ലായിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എനിക്ക് ഗ്രൂപ്പില്ല. ഞാൻ ഗ്രൂപ്പില്ലാത്ത ഒരാളാണ്. മുസ്ലിം ലീഗ് LDFിലേക്ക് പോയാൽ അത് കോൺഗ്രസിന് വലിയ വീഴ്ചയാവുമോ? ഒരിക്കലും പോവില്ല. മറ്റേതെങ്കിലും പാർട്ടികളിലെ യുവ നേതാക്കളെയൊക്കെ കാണുമ്പോൾ ഇവൻ സ്വന്തം പാർട്ടിയിലേക്ക് വന്നാൽ കൊള്ളാലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ചില കാണുമ്പോൾ തോന്നാറുണ്ട് എന്തുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വന്നുകൂടാ. താങ്ക് യു നമ്മുടെ റാപ്പിഡ് ഫയറിൽ കൂടെ ചേർന്നതിന്. ലീഗ് നേതാവ് KM ഷാജിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. വെൽക്കം ടു റാപ്പിഡ് ഫയർ. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതുവരെ ഇടപെട്ടതിൽ ഏറ്റവും സംഭവബഹുലമായി തോന്നിയ ഒരു തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? എൻ്റെ തെരഞ്ഞെടുപ്പാണ്. എനിക്ക് ഏറ്റവും സംഭവം എൻ്റെ തെരഞ്ഞെടുപ്പല്ലേ. എപ്പോഴെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം അങ്ങനത്തെ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ പോകാറില്ല. അതുകൊണ്ട് തീരെ ആ പ്രശ്നമില്ല. തൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയേക്കാൾ നല്ലത് എതിർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ തോന്നാറില്ല. കാരണം അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് നമ്മളോട് നീതി പുലർത്താണ്ടാവും. കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ ഒരു ഒറ്റയടിക്ക് ഞാൻ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയും. പ്രസംഗം ഇപ്പോൾ നേരത്തെ പഠിച്ചു വെച്ച് പോകുന്നതാണോ അതോ നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ അങ്ങനെ പ്രസംഗിക്കുന്നത്? കാരണം പല പ്രസംഗങ്ങളും വൈറലാണ്. 2 തരത്തിലുണ്ട്. ഒന്ന് പ്രിപ്പയർ ചെയ്യണം, എന്നാൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന സാധനമുണ്ട്. പരിപാടിക്ക് ചെല്ലുമ്പോൾ മൈക്ക് കേട് വന്നിട്ട് പെട്ടെന്ന് ദേഷ്യം വന്നിട്ടുണ്ട്? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് പ്രാവശ്യം മൈക്ക് കേട് വന്നിട്ടുണ്ട്, ഇതുവരെ ദേഷ്യം വന്നിട്ടില്ല. പൊതുപ്രവർത്തനത്തിൽ വന്നതിന്റെ പേരിൽ വ്യക്തി ജീവിതത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല, തീരെ ഉണ്ടായിട്ടില്ല. പൊതുപരിപാടിക്ക് വേണ്ടി സ്വന്തം കയ്യിലെ കാശ് ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട്? സ്വന്തം കയ്യിലെ കാശ് ചിലവാക്കേണ്ട യാത്ര, ഞാൻ യാത്രവത്ത വാങ്ങാറില്ല. സോഷ്യൽ മീഡിയ കാലം രാഷ്ട്രീയത്തിന് ഗുണമാണോ അതോ ദോഷമാണോ? രാഷ്ട്രീയത്തിന് ഗുണമുണ്ട് ദോഷമുണ്ട്. എല്ലാ കാലത്തുള്ളത് പോലെ തന്നെ സോഷ്യൽ മീഡിയ കാലത്തിൽ പ്രത്യേകമൊന്നുമില്ല. അതൊരു ടെക്നോ ഫേസ്, ദാറ്റ്സ് ഓൾ. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഖാർഗെ, കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും മികച്ചത് ആരാണെന്ന് തോന്നിയിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയെ നയിക്കാൻ ഏറ്റവും മികച്ചത്. ഒരു ചോദ്യം അത് വിട്ട് നമ്മൾ എപ്പോഴും ഈ റാപ്പിഡ് ഫയറിൽ വരുന്നതാണ്, ക്ലീഷ ആയിട്ട് തന്നെ ചോദിക്കാം. മമ്മൂട്ടി, മോഹൻലാൽ? മമ്മൂട്ടി. ഞാനും മമ്മൂട്ടി ഫാൻ. ഏറ്റവും അവസാനം കണ്ട സിനിമ? അന്വേഷിപ്പിൻ കണ്ടെത്തും. യൂത്ത് ലീഗിൽ അല്ലാത്ത യുവ നേതാക്കളിൽ ഇവൻ നമ്മുടെ പാർട്ടിക്ക് വന്ന നന്നായിരിക്കുന്ന തോന്നിയ ഒരാളായിരിക്കും? സ്വരാജിന് ഇഷ്ടം. ലീഗ് LDFിനൊപ്പം ആയിരുന്നെങ്കിൽ കുറെ കൂടി പരിഗണന കിട്ടുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. കേരളത്തിലെ മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ലീഗിൽ ഈ തലമുറ മാറ്റം സംഭവിക്കാത്തതിൽ എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാരണം ഞാനിപ്പോൾ അതിൻ്റെ നേതാവായി വന്നതല്ലേ, ഇനി ആരും മാറണ്ടെന്നുള്ള. ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഏത് മണ്ഡലത്തിലായിരിക്കും? അങ്ങനെ ഞാൻ വിചാരിക്കണില്ല. ഏകദേശം എല്ലാ മണ്ഡലങ്ങളിലും ഈ വാശിയുണ്ട്. വോട്ട് ചെയ്യാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും UDFന് വോട്ട് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. UDFിനേക്കാൾ പ്രധാനം ഇന്ത്യയാണ്. ഇന്ത്യ ഭരിക്കേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിയാണ്. ഫയർ മറുപടികളായിരുന്നു KM ഷാജിയുടേത്. വീണ്ടും നമുക്ക് കാണാം റാപ്പിഡ് ഫയർ. രാഷ്ട്രീയ മുഖങ്ങൾ, പ്രമുഖരായ നേതാക്കൾ. ഈ നേതാക്കളെ അടിത്തട്ടിലെ ജനങ്ങൾക്ക് എത്രത്തോളം അറിയാം? ഇവരാരാണെന്ന് ആരാദ്യം പറയും? കോഴിക്കോട് നോക്കാം. കോഴിക്കോട് മാനാഞ്ചിറയിലാണുള്ളത്. മൂവാറ്റുപുഴ MLAയും കോൺഗ്രസ് നേതാവുമായ മാത്യു കുഴൽനാടനെ ഇവിടെയുള്ള ജനങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം? ആരാദ്യം പറയും? ഹായ്, ഇതാരാന്നറിയോ? തീരെ ഓർക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയാണ് കാണാൻ കൊടുക്കുന്നത്? പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ആരെയാണ്? പേരറിഞ്ഞൂടാ. ഇതാരാന്നറിയോ? എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ. ഇതാരാന്നറിയോ? മമ്മൂട്ടിയല്ലേ? ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. അത് ഇടരുതേ. ആരും അറിയില്ല മല്ലയ്യ. ഇതാരാ? എനിക്കറിയില്ല. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. ഇതാരാന്ന് പറയാൻ പറ്റുമോ? നമുക്കിനെ പറയാൻ കഴിയില്ല. നമുക്കല്ലേ പൈസ കോട്ട് തൂട്ടിട്ടെടുക്കാൻ ഉളുപ്പില്ല. നമുക്ക് ഇത് മറ്റേ ഇവരാണ്
ആളെ മനസ്സിലായില്ല. രാജേന്ദ്രനല്ല. പ്രിയദർശൻ. എൻ്റെ കുഞ്ഞാലിയെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇതാരാന്ന് മനസ്സിലായോ? ഇതാരാന്നറിയോ? ഞാൻ പോകുന്നു. ബൈ ബൈ. മാത്യു കുയൽനാടൻ. ഇയാള് മന്ത്രിയായിരുന്നു. മന്ത്രി ഇപ്പൊ മന്ത്രി തന്നെയല്ലേ? LDF-ന്റെ മന്ത്രിയാണ്. അമ്മ ഇതിൽ കമന്റ് കേട്ടോ കേട്ടോ. അറിയാം, പക്ഷെ പേര് ഓർമ്മയില്ല. ഇപ്പോഴത്തൊക്കെ ചർച്ചയിൽ വന്നിട്ടുള്ള ഒരാളാണ്. സിനിമയാ? എന്തോ നടക്കുന്നത്? എനിക്കറിയില്ല. ഇതൊന്ന് കട്ട് ചെയ്യാം. എല്ലാരും വിളിച്ചു. ഇതാരാന്നറിയോ? അറിയില്ല. ഇതാരാന്നറിയോ? ദിലീപല്ലേ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഇതുപോലത്തെ ഒരു മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. കുഴൽനാടൻ. ഇതാരാന്നറിയോ? അതെ, എങ്ങനെ അറിയാം? കോഴിക്കോട് മിഠായി തെരുവിൽ വന്ന ഹൽവ കഴിച്ചു മടങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ മിഠായി തെരുവിൽ വന്നാൽ ആർക്കൊക്കെ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയാം? ആരാദ്യം പറയും? നോക്കാം. ഇതാരാന്നറിയോ? നമ്മുടെ ഗവർണർ അല്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഇല്ല, അറിയില്ല. സത്യമായിട്ട് അറിയില്ല. ഇയാൾക്കറിയാം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ലോകം അറിയിച്ചിരിക്കണ അയാൾ തന്നെ. പിന്നെ നമ്മളെ എനിക്ക് ആ പേരെന്നെ പറയാൻ നാണക്കേടാ. വൃത്തിയട്ടവൻ. വെള്ളം വെള്ളിട്ടിറങ്ങാൻ ഇവരാരും മാലാകിയ. ഇതാരാന്നറിയോ? ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചേച്ചി ഇതാരാന്നറിയോ? ഇതിപ്പോ ആരാന്ന് ഞാനിപ്പോ എന്താ പറയാ? പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. ആളെ പരിചയം കിട്ടുന്നില്ല. ഇത് എടാ വനെ ഇതാരായിച്ചു വരും. ഇതാരാണ്? പിടുത്തുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ആളാ ഒരു മാസം മുൻപ്. ഗവർണർ പെട്ടെന്ന് കണ്ടിട്ട് അറിയായിട്ടാണ്. ഇതാരാ? രാഷ്ട്രപതി, പ്രസിഡന്റ്, ഗവർണറാ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്. അവിടെ ഇരിക്കട്ടെ. എന്തൊക്കെയാ നടക്കുന്നേ? എന്തൊക്കെയാ? ഇല്ല, അറിയില്ല. ഇതാരാന്നറിയോ? മറ്റേ ഗവർണർ അല്ലേ? പേര് ആരിഫ് ഖാൻ അല്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ. ഇയാളെ എനിക്ക് കാണുന്ന തന്നെ ഭയങ്കര വിരോധമാണ്. നിങ്ങളെ പഞ്ചായത്തിലൊക്കെ നല്ല രസമാണ്. ഇതാരാന്നറിയോ? ഇത് നമ്മളെ ഗവർണർ അല്ലേ? ഗവർണറിന്റെ പേര് വിളിക്കാൻ പറ്റില്ല, മോശമാണ്. ഗവർണറുടെ പേരെന്ന് പറഞ്ഞോ? ഇതാരാന്നറിയോ? ഇല്ല. കേന്ദ്രത്തിലുള്ള ആളല്ലേ? ഒരു പേര് എനിക്ക് തൊള്ളയിൽ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. ആച്ചിപ്പോയല്ലോ. അതാരാ? എന്റെ അമ്മായിയുടെ മോന. ഇതാരാന്നറിയോ? പരിചയമില്ലേ? എവിടെ ആളാ? ഒരു പരിചയമില്ല ഇയാളെ. ഒരു പരിചയമില്ല. ഇവനിത് ഓവറാക്കും. അറിയില്ല. ഇതാരാന്ന് മനസ്സിലായോ? ഇത് നമ്മൾ ആരിഫ് ഖാൻ ഗവർണർ. ഇതാ മറ്റേ അയാളല്ലേ എന്തൊക്കെയോ തോന്നിയ ദിവസം വിളിച്ചറിയണ ആരിഫ്. ആരാദ്യം പറയും സെഗ്മെന്റിൽ കെ സുരേന്ദ്രനാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ജനങ്ങളിൽ ആർക്കൊക്കെ അറിയാം? ആരാദ്യം പറയും? ഇതാരാന്നറിയോ? സുരേന്ദ്രൻ. ഹലോ, ഇത് ആരാന്നറിയോ? ചേട്ടാ, ഇതാരാന്നറിയോ? ഇതാരാന്നറിയോ? അറിയാലോ, സുരേന്ദ്രൻ. BJP നല്ല പാർട്ടിയാ. എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. പേര് മറന്നുപോയി. സുരേന്ദ്രൻ. സത്യമായിട്ട് അറിയില്ല. സുരേന്ദ്രൻ. അപ്പൊ സാറിന് ബിസി ഷെഡ്യൂൾ ആണല്ലേ? പിന്നെ ഞാൻ പലപ്പോഴും കേരളത്തിൽ കാണാറില്ലല്ലോ. ഇതാരാന്നറിയോ? ഹായ്, ഇതാരാന്നറിയോ? കണ്ട് മനസ്സിലാവില്ല. പേരറിയില്ല. ഒരു മന്ത്രിയാണ്. പേര് കിട്ടണില്ല. ചെങ്ങായിന്റെ പേര് മറ്റേ സുധാകരൻ എന്തേലും അല്ലേ? കെ സുധാകരൻ. നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ചേട്ടാ, ഇതാരാന്നറിയോ? ഇത് സുരേന്ദ്രൻ. ഇത് നമ്മൾ സുരേന്ദ്രനല്ലേ? സുരേന്ദ്രൻ. ഇതാരാന്നറിയോ? രാജേഷോ? നമ്മളെ സുരേന്ദ്രനല്ലേ? ഇല്ല. അതിനത് ചിരിക്കണത് സുരേന്ദ്രനാ? ഇത് സുരേന്ദ്രനല്ലേ? ഇപ്പൊ മറന്നുപോയല്ലോ. ഇയാളെ ഞാൻ പരിചയമില്ല. ഇത് BJP-ന്റെ നേതാവല്ലേ? വേറെ നല്ല ആൾക്കാരില്ലേ? എന്റെ മിസ്റ്റേക്ക് ആണിത്. ഇതാരാന്നറിയോ?
എന്താണ് ബ്രോ മൊടയാണോ? അറിയില്ല, ഞാനിവിടെ അല്ലല്ലേ, ഞാൻ മലപ്പുറത്തില്ലാണ്. കണ്ടിട്ടുണ്ട് ഇവിടെ അല്ല ആളിന്. ഞാൻ പെരുന്നാളിന് പേരിട്ടൊന്നുമില്ല. ചേച്ചി ഇതാരാന്നറിയോ? ഷാഫി പറമ്പില. ഇടതുപക്ഷമാണെന്നാ തോന്നുന്നത്. ഷാഫി പറമ്പിലാണോ എന്നൊക്കെ പോട്ടെ, ബസ് വന്നേ. ഇതാരാന്നറിയോ? സോറി, ഒരു മിനിറ്റ്, എനിക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2-3 ദിവസമായി തിരക്കായിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. അറിയില്ല കേട്ടോ. പയ്യന്നൂരിൽ നിന്ന് വന്ന കോൺഗ്രസ് നേതാവ് MK രാഘവൻ 2009 കോഴിക്കോടിന്റെ MP ആകുന്നത് 838 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. വീണ്ടും 5 വർഷം കഴിഞ്ഞ് 2014 ആയപ്പോഴേക്കും 86,000 വോട്ടിലധികം ഭൂരിപക്ഷം MK രാഘവൻ നേടി. 5 വർഷത്തിന് ശേഷം 2019 അദ്ദേഹം വിജയിച്ചത് 85,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ്. അങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഭൂരിപക്ഷം കുത്തനെ ഉയർത്തിക്കൊണ്ട് കോഴിക്കോടിന്റെ രാഘവേട്ടനായി മാറിയ MK രാഘവനോട് പോരാടാൻ ഇടതുപക്ഷം ഇത്തവണ ഇറക്കിയത് തൊഴിലാളികളിൽ നിന്ന് ഉയർന്നു വന്ന കരീമിക്കയാണ്. അങ്ങനെ ഏട്ടനും മിക്കയും തമ്മിലുള്ള പോരാട്ടത്തിൽ കോഴിക്കോട് ഇത്തവണ ആർക്കൊപ്പമാണെന്ന് കണ്ടറിഞ്ഞു കാണാം. റോൾസ് ക്യാമറ ഇലക്ഷൻ.